എക്സിറ്റ് പോൾ ഫലങ്ങളാണ് 6:30-ക്ക് വരുന്നത്. പോസ്റ്റ് പോളിന്റെ ആദ്യ സൂചനകൾ ലഭ്യമാണ്. ഞാൻ ഇന്ന് ദ വൈറൽ കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം CSDS ലോക്നീതിയുടെ സർവേ പ്രകാരം 5 മുതൽ 6% വരെ വോട്ടുകൾ BJP-യിൽ നിന്ന് അകന്നു എന്നാണ്. അതായത് ലോക്നീതിയുടെ കോ ഡയറക്ടർ ഇന്ത്യ ടുഡേയോട് ഏപ്രിൽ മാസത്തിൽ പറഞ്ഞത് BJP അതിൻ്റെ 37% എക്സീഡ് ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ 31%-ത്തിലേക്ക് 2014-ലെ വോട്ട് ഷെയറിലേക്ക് BJP കൂപ്പുകുത്താനുള്ള സാധ്യത ലോക്നീതി കാണുന്നു. എക്സിറ്റ് പോളിനേക്കാൾ കൂടുതൽ ആക്യുറസി എല്ലാ കാലഘട്ടത്തിലും കാണിച്ചിട്ടുള്ളത് പോസ്റ്റ് പോൾ വിശകലനങ്ങളാണ്. ആ പോസ്റ്റ് പോൾ വിശകലനത്തിലെ 6ാം ഘട്ടം വരെയുള്ള സൂചനകൾ അനുസരിച്ച് 5 മുതൽ 6% വരെ BJP-യുടെ വോട്ട് ശതമാനം കുറയാനിടയുണ്ട്. അങ്ങനെയാണെങ്കിൽ 2014-ൽ കിട്ടിയ വോട്ട് ശതമാനത്തിലേക്ക് അതിൽ താഴേക്കോ പോകാനുള്ള സാധ്യത എന്നുള്ളതാണ്. എന്നുവെച്ച് 2014-ലെ BJP-യുടെ കേവല ഭൂരിപക്ഷം എന്ന ടാലിയിലേക്ക് എത്തേണ്ടതില്ല എന്നുള്ളതാണ്. എന്നാൽ നമുക്കറിയാവുന്നതുപോലെ ലോക്നീതിയുടെ പോസ്റ്റ് പോൾ സീറ്റായി കൺവേർട്ട് ചെയ്യുന്നില്ല. അവർ എപ്പോഴും വോട്ട് ഷെയർ മാത്രമാണ് കാണിക്കാറുള്ളത്. അപ്പോൾ ഏതായാലും ആദ്യ സൂചന ഞാൻ കാണുന്നത് ലോക്നീതിയുടെയാണ്. 5 മുതൽ 6% വരെ BJP-യുടെ വോട്ട് കുറയാൻ സാധ്യതയുണ്ട് എന്നാണ് ലോക്നീതിയെ കോട്ട് ചെയ്ത് ദ വൈറൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ആണ് ഞാൻ സഞ്ജയ് കുമാറിന്റെ ഒരു സ്റ്റുഡന്റ് കൂടിയാണ്. ഞാൻ ലോക്നീതി നെറ്റ്വർക്കിന്റെ ഭാഗമായി അസോസിയേറ്റ് ആയിരുന്നു. അപ്പം ഏറ്റവും കൂടുതൽ പോൾ പ്രഡിക്ഷൻസ് വളരെ കൃത്യമായി അവർ നേരത്തെ നടത്താറുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ പോൾ പ്രഡിക്ഷൻസ് അവർ നടത്തുന്നില്ല. പകരം എത്ര സീറ്റുകൾ എന്നുള്ളത് അവർ പറയില്ല. പകരം ഈ തെരഞ്ഞെടുപ്പിലെ അണ്ടർ കറൻസും സ്വിങ്സും എങ്ങോട്ടായിരിക്കും എന്നതായിരിക്കും അവർ പറയുക. പക്ഷേ ഏറ്റവും കൗതുകകരമായ കാര്യം ഏപ്രിൽ മാസത്തിൽ സഞ്ജയ് കുമാർ പറഞ്ഞ കണക്കുകളാണോ ഇത്തവണ പുറത്തു വന്നിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ ഈ നമ്മൾ ഇന്ന് പുറത്തുവിടുന്ന എക്സിറ്റ് പോളിൽ CSDS-ന്റെ ലോക്നീതി സർവേയുടെ കണക്കുകളില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് നമ്മൾ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം കാണിച്ചു കൊടുക്കേണ്ടതാണ്. എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആണ്. അതായത് പോളിംഗ് ബൂത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആളുകളെ ഇന്റർവ്യൂ ചെയ്തിട്ടാണ്. പോസ്റ്റ് പോൾ ആകുമ്പോഴേക്കും നാളെയാണ് അവർ ആളുകളെ കാണുക. അതായത് 7ാം ഘട്ടത്തിന്റെ പോസ്റ്റ് പോൾ ഫേസ് നടക്കുന്നത് നാളെ മുതൽ 6 ഘട്ടങ്ങളുടെയും പോസ്റ്റ് പോൾ സർവേകൾ നടന്നു കഴിഞ്ഞു. അവരുടെ ഡാറ്റ ഇനി അവർ കമ്പൈൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് എക്സിറ്റ് പോളുകളുടെ ഫലങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് നമുക്കൊരു കട്ടൻ റേസിലേക്ക് പോകാം അല്ലേ ആന്റോ അഗസ്റ്റിൻ? 2014, 2019, 2014-ലെയും 2019-ലെയും കണക്കുകൾക്ക് മുമ്പ് നമുക്ക് ഈ ഘട്ടങ്ങളിലെ പോളിംഗ് പെർസെന്റേജിലേക്ക് പോയാലോ ഉണ്ണി ബാലകൃഷ്ണൻ? നിശ്ചയമായും. പക്ഷേ ഒരു കാര്യം എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ ഏപ്രിൽ മാസത്തിൽ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് വിദഗ്ധന്മാരും വിശകലന വിദഗ്ധന്മാരൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സാഹചര്യമല്ല ഏപ്രിലിന് ശേഷം രൂപപ്പെട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മെയ് ജൂൺ മാസങ്ങളിൽ ഇന്ത്യയിലെ രാഷ്ട്രീയം വലിയ രീതിയിൽ മാറി മറിഞ്ഞു. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനങ്ങളാണ് ഈ വിദഗ്ധർക്കൊക്കെ കൃത്യമായ സൂചനകൾ നൽകിയത്. വിദഗ്ധരെല്ലാം അവരുടെ മുമ്പിൽ നിന്ന് ഡാറ്റ വെച്ചുകൊണ്ട് ഏപ്രിൽ മാസം എത്തിച്ചേർന്നിട്ടുള്ള നിഗമനങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഫലങ്ങളിലേക്കായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് സഞ്ചരിക്കുക എന്ന കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ്.